അഷ്കർ, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് റഹീം അസ്ലവുമായി സംസാരിച്ചതിൽ നിന്ന് പോലീസിന് ബോധ്യമായ കാര്യങ്ങൾ എന്താണ്? അരുൺ, റഹീം അസ്ലം ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതിൽ പറയുന്ന ഒന്ന് പ്രധാനപ്പെട്ട പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി പെൺകുട്ടികൾ പലതവണ ഈ റഹീമിനെ ബന്ധപ്പെടുകയും ചെയ്തു. അത്തരത്തിൽ ബന്ധപ്പെട്ടപ്പോഴെല്ലാം തന്നെ അത്തരത്തിൽ വീട് വിട്ടിറങ്ങുന്നതിനെ റഹീം തടയുകയും അതിനെ വിലക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വീട്ടിലെ ചില പ്രശ്നങ്ങൾ, മാതാപിതാക്കളുമായുള്ള ചില പ്രശ്നങ്ങളും വിലക്കുകളും ഒക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങാൻ തീരുമാനിച്ചത്. അതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് മുംബൈ കാണണമെന്നുള്ളൊരു ആവശ്യം പെൺകുട്ടികൾ റഹീം അസ്ലമിനോട് മുമ്പോട്ട് വെക്കുകയും ചെയ്തു. അവസാനം ഗത്യന്തരമില്ലാതെയാണ് പെൺകുട്ടികൾക്കൊപ്പം പോയതെന്നാണ് ഇപ്പോൾ റഹീം അസ്ലം പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, താൻ വിലക്കിയപ്പോഴൊക്കെ ഇവർ യാത്രയ്ക്ക് റഹീം അസ്ലം കൂടെ ഇല്ലെങ്കിലും തങ്ങൾ ഒറ്റയ്ക്ക് മുംബൈയിലേക്ക് പോകുമെന്ന് പറഞ്ഞതോടെ അവരുടെ സുരക്ഷ മാനിച്ചു കൂടിയാണ് കൂടെ പോയത് എന്നാണ് റഹീം അസ്ലം പറഞ്ഞിരിക്കുന്നത്. ഈ പെൺകുട്ടികളുമായി മറ്റ് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. പെൺകുട്ടികൾ നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു. അവർ സുരക്ഷ മാത്രം പരിഗണിച്ചാണ് കൂടെ പോയത്. കോഴിക്കോട് നിന്നാണ് 3 പേര് ഒരുമിച്ച് ഇത്തരത്തിൽ മുംബൈയിലേക്ക് പോയത്. പിന്നീട് മുംബൈ ഫുഡ് സ്ട്രീറ്റിന് സമീപത്ത് വെച്ച് രണ്ടുപേരും പെൺകുട്ടികൾ വേറൊരു ഭാഗത്തേക്കും താൻ വേറൊരു ഭാഗത്തേക്കും പിരിയുകയും ചെയ്തു. എന്നാൽ പിന്നീട് സലൂണിലെ ജീവനക്കാരിൽ നിന്നും ഫോൺ വിളിക്കുകയും വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്തിരുന്നു. ശേഷം പിന്നീട് പനവേലിലേക്ക് എന്ന് പറഞ്ഞാണ് പെൺകുട്ടികൾ പോയത്. പെൺകുട്ടികൾ ഇപ്പോൾ തൻ്റെ കൂടെയില്ല. ഇപ്പോൾ താൻ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി താനും ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് എന്നാണ് റഹീം അസ്ലം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു മൊബൈൽ ഫോൺ, തൻ്റെ പെൺകുട്ടികളുടെ പക്കൽ 2 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിലും അത് 2 മൊബൈൽ ഫോണും പെൺകുട്ടികൾ ഓൺ ആക്കിയിരുന്നില്ല. എന്നാൽ മറ്റൊരു മൊബൈൽ ഫോൺ ഇപ്പോൾ മുംബൈയിൽ നിന്നും പെൺകുട്ടികൾ വാങ്ങിയിരുന്നു എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ റഹീം അസ്ലം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ പ്രതികരണങ്ങൾക്കൊന്നും ഇതുവരെ റഹീം അസ്ലം തയ്യാറായിട്ടുമില്ല. അരുൺ, ഈ പെൺകുട്ടികൾ തിരിച്ച് അസ്ലമിനോടൊപ്പം നാട്ടിലോട്ട് വരാൻ വിസമ്മതിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം, അല്ലേ? അത്തരമൊരു കാര്യവും റഹീം അസ്ലം പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ഏതാനും സമയത്തിനകം പിന്നീട് നാട്ടിലേക്ക് വരാം എന്നുള്ള നിലപാടാണ് പെൺകുട്ടികൾ സ്വീകരിച്ചതെന്നാണ് റഹീം അസ്ലം പറയുന്നത്. എന്തായാലും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ